ഫെബ്രുവരി 15 അക്കമ്മ ചെറിയാൻ ജന്മദിനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കേരളത്തിൻ്റെ സംഭാവനയായ ധീരവനിതയായ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട അക്കമ്മ ചെറിയാൻ 1909 ഫെബ്രുവരി 15 കാഞ്ഞിരപ്പള്ളിയിൽ ജനിച്ചു. ബിരുദ പഠനത്തിനു ശേഷം അധ്യാപക ജോലിയിൽ പ്രവേശിച്ചു എങ്കിലും സാമൂഹിക സേവനത്തിനായി പിന്നീട് ജോലി ഉപേക്ഷിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ചു. അവരുടെ ധീരമായ സമര നേതൃത്വം കണ്ട് ഗാന്ധിജിയാണ് തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്ന് വിളിച്ചത്. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റ ചരിത്രത്തിലെയും ഉജ്ജ്വല മാതൃകയായ അവർ ദേശസേവികാ സംഘം എന്ന വനിതാ സന്നദ്ധ സംഘടന രൂപീകരിച്ചു. സ്വാതന്ത്ര്യാനന്തരം 1952 തിരുക്കൊച്ചി നിയമസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ജീവിത സമരം എന്ന ആത്മകഥ ഏറെ ശ്രദ്ധേയമായി. 1982 മെയ് 5 അന്തരിച്ചു. അഴകത്ത് പത്മനാഭക്കുറുപ്പ് ജന്മദിനം. മഹാകാവ്യം, ആട്ടക്കഥ, ഖണ്ഡകാവ്യം, കിളിപ്പാട്ട്, പരിഭാഷ തുടങ്ങിയ വിഭാഗങ്ങളിലായി 20-ലധികം മഹത്തായ കാവ്യങ്ങൾ മലയാളത്തിനു സംഭാവന ചെയ്ത അഴകത്ത് പത്മനാഭക്കുറുപ്പ് 1869 ഫെബ്രുവരി 15 കൊല്ലം ജില്ലയിലെ ചവറയിൽ അഴകത്ത് തറവാട്ടിൽ ജനിച്ചു. ഉള്ളൂർ, വള്ളത്തോൾ ഉൾപ്പെടെയുള്ള മഹാകവികൾ വിഹരിച്ചിരുന്നതും ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും പ്രമുഖ സാഹിത്യ പ്രസ്ഥാനമായിരുന്നതുമായ മഹാകാവ്യ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി എന്നതാണ് സാഹിത്യ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രധാന സ്ഥാനം. അദ്ദേഹം സംസ്കൃത മഹാകാവ്യ നിയമങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ട് എഴുതി 1907 പ്രസിദ്ധീകരിച്ച രാമചന്ദ്രവിലാസം ആണ് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം. സംസ്കൃതത്തിലും മലയാളത്തിലും അഗാധ പാണ്ഡിത്യം നേടി അധ്യാപകനായി ഔദ്യോഗിക ജീവിതം നയിച്ച അദ്ദേഹം 1931 നവംബർ 6 അന്തരിച്ചു. ഗലീലിയോ ഗലീലി ജന്മദിനം. ഭൗതിക ശാസ്ത്രജ്ഞൻ, വാനനിരീക്ഷകൻ, തത്വചിന്തകൻ എന്നിങ്ങനെ വിവിധ നിലകളിൽ കഴിവ് തെളിയിച്ച ആധുനിക ശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്ന ഗലീലിയോ ഗലീലി 1564 ഫെബ്രുവരി 15 ഇറ്റലിയിലെ പിസയിൽ ജനിച്ചു. അദ്ദേഹം ആകാശ നിരീക്ഷണത്തിന് അനുയോജ്യമായ രീതിയിൽ ടെലസ്കോപ്പ് രൂപകൽപ്പന ചെയ്യുകയും അതുവഴി പ്രപഞ്ചത്തെക്കുറിച്ച് അനവധി പുതിയ കണ്ടെത്തലുകൾ നടത്തുകയും ആധുനിക ജ്യോതിശാസ്ത്രത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. സൂര്യൻ ഭൂമിയെ ചുറ്റുകയല്ല എന്നും മറിച്ച് ഭൂമിയും മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുകയാണ് ചെയ്യുന്നത് എന്നുമുള്ള കോപ്പർനിക്കസിൻ്റെ സൗരകേന്ദ്ര സിദ്ധാന്തത്തെ ശരിവയ്ക്കുന്നതായിരുന്നു ഗലീലിയോയുടെ കണ്ടെത്തലുകൾ. കോപ്പർനിക്കസിനെ പിന്തുണച്ച ബ്രൂണോയെ ചുട്ടുകൊന്ന സഭാ മേധാവിത്വം ഗലീലിയോയെയും വിചാരണയ്ക്ക് വിധേയനാക്കി. ബ്രൂണോയുടെ അനുഭവം മനസ്സിലുണ്ടായിരുന്ന ഗലീലിയോ മതനേതൃത്വത്തിന് മുന്നിൽ മുട്ടുകുത്തി നിന്ന് പശ്ചാത്തപിക്കുകയും കോപ്പർനിക്കസിനെ തള്ളിപ്പറയുകയും ചെയ്തു. എങ്കിലും ഭൂമി ചലിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് മെല്ലെ മന്ത്രിച്ചുകൊണ്ടാണ് ഗലീലിയോ എഴുന്നേറ്റത് എന്നാണ് കഥ. 1642 ജനുവരി 8 അദ്ദേഹം അന്തരിച്ചു. ഇൻ്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ ദിനം. ഫെബ്രുവരി 15 അന്തർദേശീയ ബാല്യകാല ക്യാൻസർ ദിനമായി ഇൻ്റർനാഷണൽ ചൈൽഡ്ഹുഡ് ക്യാൻസർ ദിനം ആചരിക്കുന്നു.
ലോകമെമ്പാടും ഓരോ വർഷവും 4 ലക്ഷത്തോളം കുട്ടികൾക്കും കൗമാരക്കാർക്കും ക്യാൻസർ രോഗം പിടിപെടുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കുട്ടികളിൽ ഉണ്ടാകുന്ന ക്യാൻസറിനെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുക, നേരത്തെ കണ്ടെത്തി മികച്ച ചികിത്സയും പരിചരണവും ഉറപ്പുവരുത്തുക, രോഗബാധിതരായ കുട്ടികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ആരോഗ്യ സംഘടനകൾ ഈ ദിനാചരണം നടത്തുന്നത്.